പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1 തിമോത്തിയോസ് 2 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. വചനം ഇപ്രകാരമാണ്: എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യവുമത്രേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചനമൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യമായിരുന്നു. അതിൻ്റെ പ്രഘോഷകനായി, അപ്പോസ്തലനായി, വിശ്വാസത്തിലും സത്യത്തിലും വിജാതിയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു. ഞാൻ വ്യാജമല്ല, സത്യമാണ് പറയുന്നത്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമാണോ? നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണോ? ഈ വചനത്തിനകത്തുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മധ്യസ്ഥം പറയുമ്പോൾ, യേശു നമ്മളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യും. അതാണ് യേശുവിൻ്റെ കൃപ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. വചനപ്രഘോഷകരാണെങ്കിലും ആരാണെങ്കിലും കർത്താവിനെ അറിയാവുന്ന ഓരോ വ്യക്തികളും മധ്യസ്ഥം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേണ്ടി, ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി, ചെറിയവനും വലിയവനും വേണ്ടി എല്ലാം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ഈ വചനം നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കണം, ഗ്രഹിക്കണം, ഇതോടൊപ്പം ജീവിക്കണം. ഈ വചനത്തിൽ എന്താ പറയുന്നത്? നമ്മളെല്ലാ അപേക്ഷകളും യാചനകളും എല്ലാം യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ യേശു ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് രോഗിയെ സൗഖ്യപ്പെടുത്തുന്നത്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് അന്ധകാര ശക്തി പൂണ്ട് കിടക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മോചനം നൽകുന്നത്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് ബന്ധനം അഴിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് വിശ്വാസികളായി മുന്നേറാം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, രോഗികളും ബലഹീനരും, ദൈവമേ, സ്വന്തമായൊരു ഭവനമില്ലാതെ വാടകയിൽ താമസിക്കുന്നവരും കടബാധ്യതയുള്ളവരും, കർത്താവെ, പ്രാർത്ഥന യോജിച്ചിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് അലൻമോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അലൻ്റെ ശിരസ് മുതൽ പാദം വരെയും കഴുകി ശുദ്ധീകരിച്ച് ആത്മാവിൽ നിറച്ച് അപ്പാ അവനെ അങ്ങ് നല്ലൊരു മകനാക്കി മാറ്റണമേ, മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ട മകനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ദിവസം ടിൻറ്റു മോളുടെ ബർത്ത്ഡേ ആണ്. പരിശുദ്ധനും നീതിമാനുമായ എൻ്റെ സ്വർഗീയ പിതാവേ, എൻ്റെ മോൾക്ക് ആരോഗ്യവും ബലവും ശക്തിയും ഉണർവും അവൾക്ക് നൽകണമേ. അവളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അവളോടൊപ്പം ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം എല്ലാ മക്കളോടൊപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും യേശുവിൻ്റെ പ്രിയമുള്ള മക്കളാണ്, സ്നേഹമുള്ളവരാണ്. നിങ്ങളെല്ലാവരും യേശുവിനെ വിളിക്കണം. യേശുവിന് വേണ്ടി യേശുവിൻ്റെ സന്നിധിയിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തണം. അങ്ങനെ നമ്മൾ യേശുവിൽ ശക്തിയുള്ളവരായി മാറാം. ഹല്ലേലൂയ. പിതാവായ ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാം മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.